الله وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാമ അബ്ദുൽ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹജത്തു ഖുലൂബിൽ അബ്റാർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് തുടർന്നുകൊണ്ട് വീണ്ടും നമ്മളിന്ന് വായിക്കുന്നത്. അദ്ദേഹം ഇതിൽ 12ാമത്തെ ഹദീസായിക്കൊണ്ട് പറയുന്നത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനി അൽ-ളഈഫി വഫീ കുല്ലിൻ ഖൈറുൻ يحرص على ما ينفعك واستعن بالله ولا تعجز وإن أصابك شيء فلا تقل لو أني فعلت كذا كان كذا وكذا ولكن قل قدر الله وما شاء فعل فإن لو تفتح عمل الشيطان رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറയുന്ന ഈ ഹദീസിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി എന്ന്. തൻ്റെ ആദർശത്തിലും വിശ്വാസത്തിലും നല്ല ശക്തിയുള്ള മുഅ്മിൻ അവനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. ആദർശപരമായിട്ട് ഈമാനിൻ്റെ കാര്യത്തിൽ ബലഹീനത ഉള്ള മുഅ്മിനിൻ്റെ ആറ്. വഫീ കുല്ലിൻ ഖൈർ, എന്നാൽ മുഅ്മിനാണോ അവൻ്റെ ഈമാനും ആദർശവും അത് ശക്തിയാണ്, അവൻ്റെ ഈമാനിൽ ബലഹീനത ഉണ്ട് എങ്കിൽ പോലും എല്ലാവരിലും നന്മയുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ അനുസരിച്ച് ഈമാൻ എന്ന് പറയുന്നത് ഖൗലുൻ വ അമലുൻ വ ഇഅ്തിഖാദുൻ, ഈ 3 കാര്യങ്ങളും ഉൾപ്പെട്ടതാണ്. ഹൃദയത്തിലുള്ള വിശ്വാസം അതിലുണ്ടാകും, അതേപോലെ തന്നെ ശാരീരികമായി നമ്മൾ ചെയ്യുന്ന അമലുകൾ പ്രവർത്തനങ്ങളുണ്ടാകും, നാവുകൊണ്ട് പറയുന്ന വാക്കുകൾ അത് ഈമാനിൽപ്പെട്ടതാണ്. ഈ 3ഉം ഉൾപ്പെട്ടതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. യസീദു ബിത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയ. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്യുന്നതിനനുസരിച്ച് അവൻ്റെ ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച്, അവൻ വെച്ച് പുലർത്തുന്ന ആദർശത്തിനനുസരിച്ച്, അതിൽ അവനുള്ള സൂക്ഷ്മതയും ശ്രദ്ധക്കനുസരിച്ച്, അതേപോലെ അവനിൽ നിന്നുണ്ടാകുന്ന ശാരീരികമായ അമലുകൾ ഇബാദത്തുകൾക്കനുസരിച്ച്, അവൻ്റെ നാവ് കൊണ്ടുണ്ടാകുന്ന ഖുർആൻ പാരായണവും അദ്കാറുകളും ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും ദഅവത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ അതനുസരിച്ച് അവൻ്റെ ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ യസീദു ബിത്വാഅത്തി, സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനനുസരിച്ച് കൂടുന്നത് പോലെ പാപങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അവൻ്റെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അഹ്ലുസുന്നയുടെ ഈ അഖീദക്ക് വിരുദ്ധമായി മറ്റ് പലരും പല നിലക്കും ഈമാനിനെ അവർ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ അശ്ആരി വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ആ പറയുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഈമാനിനെ കുറിച്ച് തസ്ദീഖ് എന്ന് പറഞ്ഞ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയാൽ ഈമാനായി. അതുകൊണ്ട് തന്നെ അവർ ആ പറയുന്ന തെറ്റായ ആ ഒരു ധാരണയിൽ കൂടെ ഈമാനെ മനസ്സിലാക്കിയത് കൊണ്ട് ത്വാഅത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ അവർക്ക് വേണ്ടതുപോലെ ഒരു താല്പര്യവും ലക്ഷ്യവും അവർക്കതിനുള്ള ഒരു ഉന്മേഷവും കുറവായി കാണും. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു മനസ്സിനൊരു കുത്തും ഉണ്ടാകൂല. കാരണം ഈമാൻ നമുക്കുണ്ടല്ലോ, ആൾ മുഅ്മിനാണല്ലോ, ഈ ഒരു വെപ്പിലായിരിക്കും അവർ. അഹ്ലുസുന്ന മനസ്സിലാക്കിയതുപോലെ ഈമാനെ മനസ്സിലാക്കിയാൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഹിർസുണ്ടാകും, താല്പര്യമുണ്ടാകും. ത്വാഅത്തുകൾ ഏതൊക്കെയാണെങ്കിലും അത് ചെയ്യാൻ, അതിലേക്ക് മുന്നേറുന്നതിനനുസരിച്ച് ഈമാനികമായിട്ട് അവൻ്റെ നിലവാരം അത് ഉയർന്നുകൊണ്ടേയിരിക്കും, അവൻ്റെ ഈമാൻ അത് കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തസ്ദീഖ് വെറും വിശ്വാസമാണ്, മനസ്സിലെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുള്ള ആ നിലക്കുള്ള തെറ്റായ നിലക്കൊക്കെ ഒരാൾ ഈമാനെ മനസ്സിലാക്കിയാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു വിഷമവും പ്രയാസവും ഉണ്ടാകില്ല. ഈമാന് നിലനിൽക്കുന്നുണ്ടല്ലോ, ഈമാന് ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ, പ്രവർത്തനമല്ലേ. അഹ്ലുസുന്ന മനസ്സിലാക്കിയ അതേപോലെ ഈമാനെ മനസ്സിലാക്കുമ്പോൾ യൻഖുസു ബിൽ മഅസിയത്തി, തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ അവൻ്റെ ജീവിതകാലം മുഴുവനും താടിവടിയാനാണ്. ഒരാൾ അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ്റെ വസ്ത്രം താത്തി തളിച്ചിട്ട് നടക്കുന്ന ആളാണ്.
ഒരാൾ അവൻ്റെ ജീവിതകാലം മുഴുവനും ഇസ്ലാമിൻ്റെ ഈമാൻ്റെ കാര്യങ്ങൾ, ദീനുൽ ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും പരിഹസിക്കുന്ന, അതിനോട് ഉറപ്പും വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളാണ്. അതിനനുസരിച്ചൊക്കെ അവൻ്റെ ഈമാൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കും, താന്നുകൊണ്ടേയിരിക്കും, കീപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കും. അഹ്ലുസുന്ന ഈമാനെ കുറിച്ച് ഇഅ്തിഖാദുൻ ബിൽ ജനാനി, ഹൃദയത്തിലുള്ള വിശ്വാസം, വഅമലുൻ ബിൽ അർക്കാനി, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, വഖൗലുൻ ബിൽ ലിസാനി, നാവ് കൊണ്ടുള്ള പറച്ചിൽ, ഇതൊക്കെ ഈമാനിൽ പെട്ടതാണ് എന്ന് പറയുന്നതിന് അവർക്ക് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. സൂറത്തുൽ അംഫാലിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന അസ്സലാത്ത വയുഅ്തൂന അസ്സകാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ. ഈ പറയുന്ന മുമ്പ് പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അത് നിർവഹിക്കുന്ന, അത് ഉള്ള ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന്. അതിൽ പറയുന്നത് മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്ന്. അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ കിടിലം കൊള്ളും, പേടിച്ചുകൊണ്ട്. അള്ളാഹുവിനോടുള്ള അളമത്ത് കാരണം അത് ഹൃദയം കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്, അമലാണ്. അതേപോലെ തന്നെ ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും എന്ന് സരീഹായി വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വേറെയുണ്ട്, ഈമാൻ കൂടും എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക, അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. ഖുർആനികമായ ആയാത്തുകൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഈമാൻ വർദ്ധിക്കും. അത് അവരൊന്നിരിക്കൽ പാരായണം ചെയ്യുകയാണെങ്കിലും മറ്റുള്ള ആളുകൾ പാരായണം ചെയ്യുകയാണെങ്കിലും അത് കേൾക്കുന്ന സമയത്താണെങ്കിലും അവിടെ ഈമാന് വർധനവുണ്ടാകും. അപ്പം അവരുടെ നാവ് കൊണ്ടുള്ള അമലുകൾ ഈമാൻ വർധനവിന് കാരണമാകുന്നു. അവർ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണെങ്കിൽ അവരുടെ ചെവി കൊണ്ടുണ്ടാകുന്ന ആ അമല്, ആ അവയവം കൊണ്ടുണ്ടാകുന്ന അമല് കേൾക്കുന്നത് ഈമാൻ വർധനവിന് കാരണമാകുന്നു. ഈ പറയുന്ന ആയത്തിൽ 3 ഭാഗത്തിൽ കൂടെ വിശ്വാസപരമായി നമ്മൾ ഹൃദയം കൊണ്ടുള്ളതും അവയവങ്ങൾ കൊണ്ടുള്ളതും നാവ് കൊണ്ടുള്ളതും അതിൽ പരാമർശമുണ്ട്. വേറെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അൽ ഈമാനു ബിളുൻ വസിത്തൂന ശുഅബ ഔ ബിളുൻ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാനം അതല്ലെങ്കിൽ 60 ചില്ലാനം ശാഖകളാണ് എന്ന്. ഈമാൻ എന്ന് പറയുന്ന ഒരൊറ്റ ഒരു കട്ട അല്ല, അത് വെറും ഒരു ഹൃദയം കൊണ്ടുള്ളൊരു വിശ്വാസം മാത്രം, അങ്ങനെയല്ല. അത് 70 ചില്ലാനം ശാഖകളാണ്. അലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, അതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് അതാണ്. മനസ്സിലുള്ള ഹൃദയത്തിലുള്ള വിശ്വാസത്തോടു കൂടെ അത് പറഞ്ഞിട്ട് അതിന് പ്രസക്തിയുള്ളത് വേറെ. നിഷ്കളങ്കമായ സത്യസന്ധനായ ആളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കലിമത്തു തൗഹീദ്, അത് ഈമാനിൽ ഏറ്റവും മേലെ നിൽക്കുന്നത്, നാവ് കൊണ്ട് പറയുന്നതാണത്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, ഈമാനിൽ ഏറ്റവും പദവി താഴ്ന്നു നിൽക്കുന്നതിൽപ്പെട്ടതാണ് വഴികളിൽ നിന്ന് ആളുകൾ സഞ്ചരിക്കുന്ന വഴികളിൽ നിന്ന് പ്രയാസങ്ങളെ നീക്കുക എന്നുള്ളത്. കല്ലും മുള്ളും മണ്ണും കട്ടിയും അതേപോലെ തന്നെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുത്ത് നീക്കിക്കൊടുത്ത ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ, അത് പ്രവൃത്തികളാണ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കുന്ന പ്രവൃത്തികളാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൽപ്പെട്ട ഒരു ശാഖയാണ്. ലജ്ജ എവിടെ ഉള്ളതാ? ലജ്ജ, ഒരാൾക്ക് ലജ്ജ ഉണ്ട്, അത് എന്താണത്? എവിടെയുള്ളത്? അത് ഹൃദയത്തിലാണ് ഉണ്ടാവുക. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഹയ, ലജ്ജ എന്ന് പറയുന്ന ആ ഗുണം, ആ വിശേഷണം ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവൻ്റെ അവയവങ്ങളിൽ കൂടെ വരും എന്നുള്ളതാണ്. ഹൃദയത്തിൽ ലജ്ജയില്ല എന്ന് ഇദാലം തസ്തഹി ഫസ്നാ മാ ശിഅ്ത, ലജ്ജയില്ല എന്നുണ്ടെങ്കിൽ നീ കണ്ടതുപോലെ ചെയ്തോ. ലജ്ജയില്ലാത്ത ആളുകൾ പലതും ചെയ്യും. നേരെ മറിച്ച് ഹയ എന്ന് പറയുന്ന ആ വിശേഷണമുള്ള ആൾ, അത് ഹൃദയത്തിലുള്ളതാണ്. അപ്പോൾ ഇത് 3 കൂടിയതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കൂടെ ഈമാനിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. 70 ചില്ലാനം ശാഖകളാണ്. അപ്പോൾ ചുരുക്കത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ വിശ്വാസപരമായ ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ അത് ഹൃദയത്തിലുള്ള വിശ്വാസവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ നാവ് കൊണ്ടുള്ള വാക്കുകളും ഉൾപ്പെട്ടതാണ്. ആ നിലക്ക് ഈമാനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഈമാൻ ആദർശമുള്ള ആളുകൾക്കും ഏറ്റക്കുറച്ചിലുണ്ടാകും. അതിൽ ഉന്നതമായ പദവിയിലെത്തിയ ആളുകളുണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെ, പ്രവാചകന്റെ സഹാബത്തിനെ പോലെ. അതിൽ സ്വാഭാവികമായിട്ടും ആദർശത്തിൽ ഡൗണായി താഴെ നിലയിൽ ഉള്ള ആളുകളുണ്ടാകും. ഇസ്ലാമിലേക്ക് വന്ന് ദീന്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആളുകളുണ്ടാകും. അവരെ പോലെ തന്നെ ഈമാനിന്റെ ആ വർധനവ് ഇല്ലാത്ത ആളുകളുണ്ടാകും. ബലഹീനമായ ആദർശപരമായിട്ട് ദഈഫായ ആളുകളുണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് ഖവിയായ മുഅ്മിനാണ്. ഒരാളുടെ ഈമാന് ഖവിയാകല് അവന് ഇൽമ് ഉള്ളതിനനുസരിച്ചാണ്. ദീനിയായ ഇൽമ്, ഖുർആനും സുന്നത്തിനെ കുറിച്ചുമുള്ള ശരിയായ ഇൽമ് കൂടുന്നതിനനുസരിച്ചാണ് ഒരാളുടെ ഈമാന് കൂടല്. അത് ഒരാൾക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ കുറയുന്നതിനനുസരിച്ച് അവൻ്റെ ഈമാന് കുറവ് തന്നെയാണ് ഉണ്ടാവും. ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസം, ഈ പറയുന്ന ആദർശം ഒരാൾക്ക് വരൽ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിവ് കൂടുതലുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ അവന് കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്ത്, ആ പറയുന്ന ആ ഒരു ബഹുമാനം, ആദരവ്, അത് അടിമകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർക്ക്, ഇൽമുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ. ഭയമുണ്ടാകും, ഖൗഫുണ്ടാകും, അള്ളാഹുവിനെ കുറിച്ച് ഖൗഫുണ്ടാകും. പക്ഷെ ഖശിയത്ത് എന്ന് പറയുന്നത് അതിലേറെ കുറച്ചുകൂടിയും ഉന്നതമായ പദവിയാണ്. അറിഞ്ഞ് ഭയപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞ് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയം, അതാണ് ഖശിയത്ത്. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു പാമ്പ് വരുന്ന സമയത്ത് ആ പാമ്പിനെ കുറിച്ച് ഭയമുണ്ടാകും. ഒരു പക്ഷേ അതിലാരും ഇങ്ങനെ പറഞ്ഞത് കേട്ടുകാണ്ടുള്ള ഒരു ഭയം, ഒരു ഖൗഫ് എന്നതിന് പറയും. നേരെ മറിച്ച് ഒരു വലിയ ഒരു വ്യക്തിയാണെങ്കിൽ അത് വലിയ വിഷമുള്ള പാമ്പാണ്, അത് കടിച്ചാൽ അപകടമാണ് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുണ്ടാകുമ്പോൾ ഖൗഫിനിലേറെ കുറച്ചുകൂടിയും ഉന്നതമായ ഒരു ലെവലിൽ ഈ വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിവും കാര്യങ്ങളുണ്ട് എന്നുള്ളത് എന്നതുപോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഈമാന് കൂടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അവൻ്റെ ഈമാന് ശക്തമായി നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഖവിയായ ഈമാനുണ്ടെങ്കിൽ അള്ളാഹുവിന് അവനോട് ഏറ്റവും ഇഷ്ടമാണ്. അവൻ അറിവ് നേടാൻ, അത് കരസ്ഥമാക്കാൻ തയ്യാറാവുക തന്നെ വേണം. ഇൽമ് നേടണം, ദീനിൻ്റെ അറിവ് നേടാൻ തയ്യാറാവും. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലൈ, ഏറ്റവും ഉത്തമനായത് അവനാണ്. കാരണം പല ജാതി പരീക്ഷണങ്ങളും ശഹവാത്തുകളും ശുബ്ഹാത്തുകളും ദേഹ ഇച്ഛകളും ദീനുൽ ഇസ്ലാമിലെ ആദർശത്തിൽ നിന്ന് ഒരു മനുഷ്യനെ തെറ്റിക്കുന്ന പല ജാതി പരീക്ഷണങ്ങൾ ലോകത്ത് സമൂഹത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥ ഇൽമുള്ള ശക്തമായ ആദർശമുള്ള ഒരാൾക്കേ തൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയും. അല്ലാത്ത ആളുകൾ തെറ്റിപ്പോകും. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ചില ആളുകൾ ഒരു വക്കത്ത് ചെന്ന് നിന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. ഈമാനും ഇസ്ലാമിലേക്കും ഉള്ളിൽ കടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഫഇൻ അസ്വാബഹു ഖൈറുൻ തുമഅന്ന ബിഹി, അവന് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദർശത്തിൽ ദീനിൽ അടിയുറച്ച് നിലനിന്ന് അങ്ങനെ പോകും. വഇൻ അസാബത്ഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹി, വല്ല പരീക്ഷണങ്ങൾ വന്നാൽ പിന്നോട്ട് പോകും. വല്ല പരീക്ഷണങ്ങൾ വന്നാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ധാരാളം ആളുകൾ ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഇസ്ലാമിനെ കുറിച്ചും ആദർശത്തിനെ കുറിച്ചും അതിന് മാത്രം ഡീപ്പായി ഗൗരവത്തോടുകൂടെ വ്യക്തമായി അവർ അറിയാത്ത പഠിക്കാത്തത് കാരണം പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകളോ കാര്യങ്ങളോ കേൾക്കുമ്പോഴേക്കും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല നേട്ടങ്ങളോ അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട് എന്ന് അറിയുമ്പോഴേക്കിന് അവരവരുടെ ആദർശം ഒഴിവാക്കി പോകും. അവരാദർശത്തിന് വിലയില്ലാതെ പോകും. കാരണം അവിടെ ഈമാനിൽ ലഈഫീങ്ങളാണ്, ബലഹീനരായി പോകുന്ന ആളുകളായതുകൊണ്ട്. നേരെ മറിച്ച് ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ശക്തമായ ആദർശമുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ വരികയാണെങ്കിൽ, എത്ര വലിയ കൊടുങ്കാറ്റ് വരികയാണെങ്കിലും അവരുടെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കും. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിശ്വസിച്ച സാഹിര്യങ്ങളായ ആളുകളുണ്ടായിരുന്നു. ഇന്നലെ അവർ സാഹിര്യങ്ങളായിരുന്നു. പ്രവാചകനെയും മുഅ്മിനീങ്ങളെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഫിർഔനിൻ്റെ വക്താക്കളായി വന്ന ആളുകളായിരുന്നു. അങ്ങനെ ആ മത്സരത്തിൽ അവർ പരാജയപ്പെട്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഅ്ജിസത്തും അവിടെ വിജയിച്ചു. അപ്പോൾ അവർക്ക് സത്യം മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മൂസയെ കൊണ്ടും അവൻ്റെ ഇലാഹിലും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഫിർഔൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ അനുവാദം സമ്മതം ഇല്ലാതെ നിങ്ങൾ മൂസയെ കൊണ്ട് വിശ്വസിക്കുക, ഞാൻ നിങ്ങളുടെ കൈകാലുകളെ വിപരീതമായിട്ട് വെട്ടിമുറിക്കുന്നു പറഞ്ഞു. വിപരീതമായിട്ട് ഒരാളെ വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാല് മുറിക്കും ജീവനത്തോടെ, ഒരാളെ ഇടത്തെ കൈ മുറിച്ചാൽ വലത്തെ കാല് മുറിക്കും. എന്നിട്ട്
വിപരീതമായി നിങ്ങളുടെ അവയവങ്ങളെ ഞാൻ വെട്ടിമുറിച്ചിട്ട് നിങ്ങളെ ഞാൻ കുരിശിൽ കൊണ്ടുപോയി തറക്കുന്നു. ഭീഷണിപ്പെടുത്തി. അവിടെ വെച്ച് ആ പറയുന്ന ഫിർഔനിന്റെ ഭീഷണി കേട്ടപ്പോൾ പേടിച്ചിട്ട് എന്നാ പിന്നെ ഞങ്ങളൊക്കെ ഒഴിവാക്കി, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ എന്ന് പറയല്ല ചെയ്തത്. എന്തേ പറഞ്ഞു ആയത്തിൽ എന്താ പറഞ്ഞു? ഖാലൂ ലാ ഗൈർ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. ഞങ്ങൾ ഒരു വിഷയവുമില്ല, കണ്ടത് കൂട്ടിക്കുവാണ്, ഒരു വിഷയവുമില്ല. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്ന ആളുകളാണ്. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅതിനാ. ഞങ്ങളുടെ റബ്ബിന്റെ ആദർശം ഞങ്ങൾക്ക് വന്നപ്പോൾ അത് വിശ്വസിച്ചു എന്നുള്ളൊരു വെറുപ്പ് മാത്രമേ എനിക്ക് ഞങ്ങളോടുള്ളൂ, വേറെ തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. കണ്ടത് കൂട്ടി. റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ. അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ ക്ഷമ നീ ഞങ്ങൾക്ക് കോരിച്ചൊരിഞ്ഞുകൊണ്ടാണ്. അവർ അഫ്രിഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കോരിച്ചൊരിഞ്ഞുകൊണ്ടാണ്. കുറഞ്ഞ ക്ഷമയോടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതിന് മാത്രം വലിയ ഭീഷണിയാണ് ഇവിടെ വരുന്നത്. വതവഫന മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കിയിട്ടേ നീ മരിപ്പിക്കാവൂ. അതാണ് ഖവിയായ ഈമാനുള്ള ആളുകളാണ്. ഖവിയായ ഈമാനുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയും. അപ്പോൾ ആ ഈമാനിന്റെ ഖുവ്വത്ത് നമുക്ക് നേടേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയാണ്. ഖുർആനും സുന്നത്തും അത് ശരിക്ക് പഠിക്കുക, അത് വിശ്വസ്തരായ ഉലമാക്കളിൽ നിന്ന് പഠിക്കുക. ആ ഉലമാക്കളടുത്തേക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സഹോദരങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ തയ്യാറായി. അവരെ കുറിച്ച് അള്ളാഹു തആല അവർ നല്ല ആളുകളാണ്, അള്ളാഹുവിന് അവരോട് ഇഷ്ടമുണ്ടാകുന്നതാണ്. എന്നാൽ പിന്നെ ആദർശത്തിൽ ബലഹീനതയുള്ള ആളുകളാണ്. അവർ മുഅ്മിനാണോ? അവരിൽ നന്മയുണ്ട്, ഒരു സംശയവും. കുഫാറുകളൊക്കെയുള്ള അപേക്ഷ നോക്കുമ്പോൾ, കപടവിശ്വാസികളൊക്കെയുള്ള അപേക്ഷ നോക്കുമ്പോൾ, നാമധാരികളായ ആളുകളൊക്കെയുള്ള വെച്ച് നോക്കുമ്പോൾ ഈമാനുണ്ടോ, ശരിയായ വിശ്വാസമുണ്ടോ, തൗഹീദുണ്ടോ, സുന്നത്തുണ്ടോ, അതിൽ കുറച്ച് ബലഹീനത ഉണ്ടെങ്കിൽ പോലും അവർ നല്ലവരാണ്, ഒരു സംശയമില്ല. കാര്യം അവരുത്തമരാണ്, അവർ നല്ലവരാണ്. വഫീ കുല്ലിൻ ഖൈർ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കാനോ നമുക്കൊക്കെ ഈമാൻ കുറവാണ്, വേണ്ടതുപോലെ ഇൽമില്ല, നമ്മളൊക്കെ മോശക്കാരാണ് എന്നാരും വിചാരിക്കരുത്. ശരിയായ വിശ്വാസം ആദർശം ഒരാൾക്കുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ബലഹീനതയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരിൽ ഒരുപാട് ഖൈറുണ്ട്. ഉള്ള നന്മ ഉയർത്തിപ്പിടിച്ച് വീണ്ടും അത് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുകയാണ് വേണം. ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മറ്റൊരു ഭാഗത്തിൽ കൂടെ നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള ഹിർസും താല്പര്യവും കഠിനാധ്വാനവും നടത്തിക്കൊണ്ട് മുന്നേറാം. ആ കാര്യമാണ് തുടർന്നു കൊണ്ടുള്ള ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വന്നാൽ അവന് നേടിയെടുത്ത ഏറ്റവും വലിയ സമ്പത്തും സമ്പാദ്യവും ഈമാനാണ്. ഒരു സംശയകാര്യത്തിലില്ല. ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്നതും ഈ ആദർശവുമാണ്. ഈ ലോകത്തും പരലോകത്തും മറ്റുള്ളതൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. സമ്പത്താണെങ്കിൽ, സ്ഥാനമാനങ്ങളാണെങ്കിൽ, മുന്നിലും പിന്നിലും ആളുകളും സഹായികളും നമ്മളെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആളുകളാണെങ്കിൽ, മറ്റുള്ള ഏത് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ദീൻ ആദർശം കഴിച്ചിട്ടേ വേറതൊക്കെ. അത് ഒരാൾക്ക് സുരക്ഷിതമാണെങ്കിൽ ആ വ്യക്തിക്ക് ഇനിയിപ്പോൾ ദുന്യാവിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരു നഷ്ടവുമില്ല, ഒരു കഷ്ടവുമില്ല. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഹ്രിസ് അലാ മാ യൻഫഉക. ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്, പ്രചോദനമാണ് നമുക്ക് ഈ ഹദീസിൽ കൂടി. ആളുകൾക്ക് മോട്ടിവേഷൻ്റെ ആളുകൾ ഇപ്പം ധാരാളം അവിടെയൊക്കെ ആളുകൾക്ക് പ്രചോദിപ്പിക്കുന്ന ആളുകൾ മുന്നേറാൻ വേണ്ടി, ജീവിത വിജയം നേടാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഒരു മുസ്ലിമായ മനുഷ്യന് അവൻ അതിൻ്റെ ശരിക്കതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രചോദനം നൽകുന്നതാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക. നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണോ, ദീനിലാണെങ്കിലും ദുന്യാവിലാണെങ്കിലും. ദീനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ദുന്യാവിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യമുള്ളതുണ്ട്. നമ്മുടെ ജീവിതം അഭിമാനത്തോടുകൂടെ അന്തസ്സോടെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദുന്യാവിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഉപകാരപ്രദമായ അറിവുകൾ, വിജ്ഞാനമാണെങ്കിൽ, അതിലേക്ക് ഉപകാരപ്പെടുന്ന കഴിവുകളാണെങ്കിൽ, സമ്പത്താണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉ. നിനക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ അതിന് ഹിർസ് കാണിക്കണമെന്ന്. ആണെങ്കിൽ മതി, കിട്ടിയെങ്കിൽ മതി, നമുക്ക് അങ്ങനെയല്ല. ഹിർസ് കാണിക്കണം, ആർത്തി കാണിക്കണം എന്നുള്ളത്. നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിർസ് കാണിക്കണം. വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്.
അള്ളാഹുവിനോട് സഹായത്തെ തേടുമ്പോൾ. നമ്മൾ ഹിർസ് കാണിച്ച്, നമ്മൾ കഷ്ടപ്പെടുത്തി, നമ്മൾ കഠിനാധ്വാനം ചെയ്ത്, നമ്മൾ ഒരുപാട് ഓടി എന്നെ വെക്കും. പക്ഷേ അതുകൊണ്ട് കാര്യം പൂർണ്ണമാകൂല. ഇന്ന് ഭൗതികമായിട്ട് ആളുകൾക്ക് ഈ മോട്ടിവേഷനും വേറുള്ള വേഷനും എന്ന് പറഞ്ഞ ആളുകൾക്ക് കൊടുക്കുന്ന ആളുകൾ ഒരു പക്ഷേ ആ ഭാഗം മാത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, കഠിനാധ്വാനം ചെയ്തോ, നേടിക്കോ, സമ്പാദിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിതത്തിൽ അവൻ ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുത്ത് പൂർണ്ണമാക്കാൻ കഴിയൂല. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായത്തെ തേടണം. അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടണം. നിങ്ങൾ നോക്കി, നമ്മൾ ഈ ലോകത്ത് വന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന് നിർബന്ധമാക്കിയ ഹിദായത്തിൻ്റെ കാര്യം, അത് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നാം അള്ളാഹുവിനോട് ആ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ രീതിയും കാര്യം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ കൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരും. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ആ കടമ, അതിൻ്റെ കഴിവിൻ്റെ പരമാവധി പൂർണ്ണമായി നിർവഹിക്കുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അതാണ് ഹിർസ് കാണിക്കുന്ന അധ്വാനം, അതാണ് കഷ്ടപ്പാടതാണ്, ത്യാഗമതാണ്. പക്ഷെ അത്ര വലിയ ആ കാര്യം നമുക്ക് ചെയ്ത് നിർവഹിച്ച് പൂർണ്ണമാക്കാൻ നാം പ്രാപ്തരല്ലാത്തത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് വ ഇയ്യാക നസ്തഈൻ, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തെ തേടുന്നു. അപ്പം അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഈ ലോകത്തൊരു കാര്യം അതിൽ അഭിവൃദ്ധിപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് ഓടിയിട്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, നേടി, അധ്വാനിച്ചുണ്ടാക്കി, കഷ്ടപ്പെട്ടാലും ത്യാഗം ചെയ്താലും പോലും അള്ളാഹുവിൻ്റെ സഹായം അത്യാവശ്യമാണ് ഓരോ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നിങ്ങൾ വരുവീൻ എന്ന് പറഞ്ഞ് ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവൻ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ വിളിക്കുത്തരം ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ എനിക്ക് സാധ്യമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യം ഏതാണോ ആ കാര്യത്തിൽ നീ ഹിർസ് കാണിക്കണം. കിട്ടിയെങ്കിൽ മതി, തന്നെങ്കിൽ മതി, നടന്നെങ്കിൽ. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വെച്ച് പുലർത്തരുത്. നിങ്ങൾ യുവാക്കൾ കൗമാരത്തിലേക്ക് വരുന്ന, കുട്ടികൾ മുതിർന്ന് കൗമാരത്തിലേക്ക് വരുന്നു, കൗമാരക്കാർ പിന്നീട് യുവത്വത്തിലേക്ക് വരുന്നു. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ ഹിർസ് കാണിക്കണം. വാപ്പാക്ക് വേണ്ടിയിട്ട്, ഉമ്മാക്ക് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് തൊളിക്കുമ്പോൾ അതൊരിക്കലും വെച്ച് പുലർത്താൻ പാടില്ലാത്ത മനസ്സ്. എനിക്ക് വേണ്ടിയിട്ട്, എനിക്കിത് നേടിയെടുത്തേ മതിയാകൂ, എനിക്കിത് കിട്ടിയേ മതിയാകൂ. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ ഹിർസ് വെക്കണം. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായത്തെ തേടണം. ഖുർആൻ ഹിഫ്ളാക്കി പൂർത്തിയാക്കലാണോ ആവശ്യം? അറബി ഭാഷ എനിക്ക് പഠിച്ചിട്ട് സ്വയത്തമാക്കലാണോ ആവശ്യം? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരടുത്ത് പോയിട്ട് 2-3 കൊല്ലം ഇരുന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കലാണോ ആവശ്യം? ദുന്യവിയായി അതിന് വേണ്ടുന്ന വിഭവങ്ങളും കാര്യങ്ങളും സമാഹരിക്കലാണോ എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം? ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഉപകാരപ്രദമായ കാര്യത്തിന് ആവശ്യമായ അത്യന്താപേക്ഷിതമായ വിഷയങ്ങൾ ഏതാണ് നമ്മുടെ മുന്നിലുള്ളത്, അത് നേടിയെടുക്കാൻ ഹിർസ് കാണിക്കണം. അലസത ഒരിക്കലും നമ്മെ പിടികൂടരുത്. അലസത ഒരിക്കലും പിടികൂടേ ചെയ്യരുത്. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് കാവലിനെ തേടാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കപ്പെട്ടതാണ് കസലിനെ തൊട്ട് അള്ളാഹുവെ ഞാൻ എന്നോട് കാവലിനെ, അല്ലേ, അഊദു ബിക മിനൽ കസൽ, അലസതയെ തൊട്ട് ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. അലസത താല്പര്യമില്ല, നടന്നെങ്കിൽ മതി, കിട്ടിയെങ്കിൽ മതി, അതൊക്കെ വാപ്പ ചെയ്തോളും, അതൊക്കെ ഉമ്മ ചെയ്തോളും, അതല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും പോകുന്ന ചെയ്യരുത്. ഹിർസ് കാണിക്കണം. പക്ഷേ നമുക്ക് പ്രയാസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, ഭാരിച്ചതാണ്, താങ്ങൂലാന്ന് വിചാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലി ഷൈഇൻ ഖദീർ. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായത്തെ തേടുക. എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് സഹായത്തെ തേടിക്കൂടാ? നല്ല കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് എന്തുകൊണ്ട് ദുആ ചെയ്ത് നേടിയെടുത്തുകൂടാ? നടക്കന്നെ ചെയ്യും. അള്ളാഹുവിനോട് സഹായത്തെ തേടിയാൽ നടക്കും. അള്ളാഹുവിനോട് സഹായത്തെ തേടിയാൽ നമുക്ക് ഭാരമുള്ള കാര്യങ്ങൾ അവൻ നമുക്ക് എളുപ്പമാക്കി തരും. നമുക്ക് കയ്യെത്താത്ത ദൂരത്തുള്ള കാര്യങ്ങൾ അവൻ നമ്മളിലേക്ക് അടുപ്പിച്ചു തരും. വസ്തഈൻ ബില്ലാഹി വലാ തഅ്ജിസ്, ഒരിക്കലും ബലഹീനനായി എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറി നിൽക്കരുത്. പിന്നോട്ട് പോവുകയേ ചെയ്യരുത്. കഴിയൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ഭാരമാണ്,
അത് നമ്മളെ കൊണ്ട് നടക്കൂല. വലാ തഅ്ജിസ്, നീ ബലഹീനനായി പിന്നോട്ട് മാറരുത്. ഇനി വ ഇൻ അസ്വാബക ഷൈഉൻ, നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, ഈ പറഞ്ഞ പോലത്തെ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു, കഷ്ടപ്പെട്ടു, ഒരുപാട് ചെയ്തു. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ, കരുതിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല, നാം ഉദ്ദേശിച്ച ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ താൽക്കാലികമായിട്ട് നമുക്ക് കഴിഞ്ഞില്ല, എന്നാൽ ഫലാ തഖുൽ, നീ പറയുകയും ചെയ്യരുത്, ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വ കദാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിരുന്നു, ഞാൻ അതിലെ പൊയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എനിക്ക് ലഭിക്കുമായിരുന്നു, ഞാൻ ഇത് ചെയ്യാതെ മറ്റേ ആളെ കണ്ടെക്കുകയാണെങ്കിൽ ഈ വിഷയം നടന്നിരുന്നു, അയാളെ മാനേജറെ പോയിട്ട് കണ്ടു, പക്ഷേ അയാളോട് കാര്യങ്ങൾ സംസാരിച്ചു, നടന്നില്ല, ഞാൻ ഇപ്പുറത്ത് ഇയാളെടുത്ത് പോയി കാണും, സൂപ്പർവൈസറെടുത്ത് പോയി കാണും, കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ കാര്യം നടന്നിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ആ കട തുറക്കുന്നതിന് പകരം അതിൻ്റെ അപ്പുറത്തുള്ള ആ കട തുറന്നിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നടന്നിരുന്നു. ഞാൻ ആ ബിസിനസ്സിലേക്ക് കാശ് ഇറക്കുന്നതിന് പകരം മറ്റ് ഈ പറയുന്ന കച്ചവടം തുടങ്ങിക്കുക, ഒന്നും പറയാനേ നിൽക്കരുത്, പറയുന്നെ ചെയ്യരുത്. അത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് വിട്. അള്ളാഹുവാണ് ഈ ലോകത്തെല്ലാം തീരുമാനിച്ചു വെച്ചത്, അവനാണ് നിയന്ത്രിക്കുന്നത്, അവൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ മുഴുവനുമുള്ളത്. എല്ലാ സൃഷ്ടികളുടെയും മൂർധാവിൽ അള്ളാഹുവിൻ്റെ പിടുത്തമുണ്ട്. തൻ്റെ മനസ്സിനെ താളം തെറ്റിക്കുന്നേ, തനിക്ക് നിരാശയിലേക്ക് പോകുന്നേ, അതല്ലെങ്കിൽ പിന്നീട് ഒരു നല്ല കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഇരിക്കുമാർ ഇവനെ തകർക്കുന്നേ, മറ്റു വലിയ അള്ളാഹുവിനെ കുറിച്ച് ചീത്തയായ എന്തെങ്കിലും ചിന്തകൾ മനസ്സിൽ വരുന്നേ, ഒരു ഭാഗത്തിലേക്കും മനസ്സ് പോകാതിരിക്കുമാർ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അവൻ വിധിച്ചത് ഇങ്ങനെയാണ്, അവൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. ഇതോടുകൂടെ ഇന്ന് ലോകം അവസാനിച്ചോ? എൻ്റെ ജീവിതം ഇതോടുകൂടെ തകർന്നോ? ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതൊരു പക്ഷേ എനിക്ക് ഖൈറായിരിക്കും. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾക്ക് ഈ അവസരം എന്നൊരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രതീക്ഷിച്ചൊരു മുഅ്മിൻ വിപത്തിൻ്റെ സമയത്ത് ഇത് പറഞ്ഞാൽ അതിലേറെ ഖൈറായത് അള്ളാഹുവിന് പകരമാക്കി കൊടുക്കും, അതിലേറെ ഖൈറായത് അള്ളാഹുവിന് പകരമാക്കി കൊടുക്കും. എത്രയാളുകൾ ഒരു കൃഷി ചെയ്തിട്ട് അത് മുഴുവൻ നശിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് പിന്നെ വേച്ചുകൊണ്ട് മറ്റൊരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് വിജയിച്ച ആളുകളില്ലേ? ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ താൽക്കാലികമായിട്ട് അവന് നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നിട്ട് പിന്നീട് അതിൻ്റെ അപ്പുറത്ത് വാരം തുടങ്ങിയിട്ട് അതിൽ എത്രയോ വിജയിച്ച് മുന്നേറിയ ആളുകളില്ലേ? ഒരു പ്രാവശ്യം വിസ എടുത്തിട്ട് ഗൾഫിക്ക് പോയിട്ട് അവിടെ സ്പോൺസർ എടുക്കുന്ന ശരിക്കുള്ള ജോലിയും സാലറിയും കിട്ടാതെ തിരിച്ചു വന്നിട്ട് രണ്ടാമതൊരു വിസ എടുത്ത് പോയിട്ട് എത്ര ആളുകൾ അഭിവൃദ്ധിപ്പെട്ടവരില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഒരു പരീക്ഷയിൽ ഒരു പ്രാവശ്യം ഒരാൾ തോറ്റിട്ട് രണ്ടാമത് വീണ്ടും പരീക്ഷ എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരില്ലേ? രണ്ടാമതും മൂന്നാമതും തോറ്റിട്ട് നാലാമത്തെ പ്രാവശ്യം IAS സർട്ടിഫിക്കറ്റിൻ്റെ എഴുതിക്കാണ്ട് നേടി വന്ന ആൾക്കാരുടെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു വേട്ടമൃഗത്തിനെ പിടിക്കാൻ വേണ്ടി കാട്ടിലുള്ള ഒരു സിംഹമോ പുലിയോ ഒരു പ്രാവശ്യം മാട്ടിയിട്ട് അതിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം മാട്ടിയിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ പ്രാവശ്യം മാട്ടിയിട്ട് പിടിച്ചിട്ട് അതിനെ കഴിക്കുന്നതില്ല. ഇല്ലേ? ഇങ്ങനെയല്ലേ? അതോ ആദ്യത്തെ പ്രാവശ്യം തന്നെ കാര്യങ്ങൾ നടന്നു സന്തോഷം, നടന്നില്ലെങ്കിൽ നിരാശപ്പെട്ട് പിന്മാറല? ഒരിക്കലും. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കി നമ്മൾ നിസ്സഹായരാണ് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഇതുപോലത്തെ ആദാബുകൾ അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിസ്സഹായത പ്രകടിപ്പിക്കുക. തീർച്ചയായിട്ടും അവൻ നമ്മെ പരിഗണിക്കും. നമുക്ക് നിഅമത്തും ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. ആത്മഹത്യയിലേക്ക് പോവുകയും പരാജയത്തിലേക്ക് പോവുകയും അലസതയിലേക്കും സ്വന്തം ശരീരത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോവുകയും ഒന്നിലേക്കും പോകാതെ യഥാർത്ഥ ഒരു മുഅ്മിന് ശരിയായ ദീനിലും ദുനിയാവിലുമുള്ള മോട്ടിവേഷൻ, പ്രചോദനം, അതാണ് ഈ ഹദീസിൽ കൂടെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഈ പ്രായത്തിലൊക്കെ, ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് തടസ്സങ്ങളും പല പരീക്ഷണങ്ങളും, നമുക്കൊന്ന് കരക്കത്തേക്ക് കയറാൻ കഴിയാതെ, നമുക്കൊന്ന് അഭിവൃദ്ധിപ്പെടാൻ കഴിയാതെ, പറയത്തക്ക നിലക്കുള്ളൊരു തൊഴിലും കാര്യങ്ങളും ലഭിക്കാതെ,
അതല്ലെങ്കിൽ ലഭിക്കുന്നതിൽ വേണ്ടതുപോലത്തെ പുരോഗതിയും അതുപോലെ നേട്ടങ്ങളും ഗുണങ്ങളും ഇല്ലാതെ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. 3 കാര്യങ്ങളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു തന്നത്. അതിൽപ്പെട്ട ഒന്നാമത് ഈ പറയുന്ന കാര്യത്തിലുള്ള ഹിർസ് കാണിക്കുക എന്നുള്ളത്. നമുക്ക് വേണ്ട കാര്യം ഉപകാരമുള്ള കാര്യമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അത് നേടിയെടുക്കാനുള്ള ഒരു ഹിർസ് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം എന്നുള്ള ഒരു ഹിർസ്, ഒരു താല്പര്യം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. അതേപോലെ തന്നെ അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടുകയും ചെയ്യണം. അള്ളാഹുവിനോട് നിരന്തരം സഹായത്തെ തേടണം. കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവനാണ് നൽകുന്നവൻ. ലാ മാനി അലിമാ അതൈത, നീ നൽകുന്നത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ വലാ മുഅതി അലിമാ മനഅത, അള്ളാഹുവെ നീ തടഞ്ഞത് നൽകുന്ന ഒരാളുമില്ല, ഒരാൾക്കും അതിന് സാധ്യമല്ല. അപ്പം അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അവനോട് സഹായത്തെ തേടുകയും ചെയ്യുക. നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടുന്ന ജിദ്ദും ഇജ്തിഹാദും, പരിശ്രമവും കഠിനാധ്വാനവും താല്പര്യവും ഹിർസും അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി നിർവഹിക്കുകയും ചെയ്യും. കഴിവിൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ മുന്നേറുകയാണെങ്കിൽ നാം പഠിക്കേണ്ട കാര്യം. തൊഴിലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ മുറിയെ പണിയെടുക്കാൻ തയ്യാറാകും. മുറിയെ പ്രാചീന ആളുകൾ പറയുന്നൊരു ഉപമയാണ്. കഠിനാധ്വാനം ചെയ്യാം. നമുക്കറിയാം, സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ഓരോ ആളുകളുടെ സാമ്പത്തിക അഭിവൃദ്ധിയും കാര്യം കാണുമ്പോൾ ആളുകൾ പറയും അവർ നല്ല സുഖത്തിലാണ്. അവരുടെയൊക്കെ ജീവിതം പിന്നോട്ട് ചെന്നിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് പറയാനുണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങളുണ്ടാകും. ജീവിതത്തിൽ മുന്നേറി ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്തുകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പഠിക്കുന്ന കാലത്ത് ശരിയായ ഭക്ഷണ വിഭവങ്ങൾ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഉണങ്ങിയ റൊട്ടി കഷ്ണം പുഴയുടെ വക്കത്ത് ചെന്നിരുന്നു കൊണ്ട് അതിൽ മുക്കിയിട്ട് പുതിർത്തിയിട്ട് ഞാനത് കഴിക്കുമായിരുന്നു. വിശപ്പ് കാരണം. ഇന്നലെ ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞതുപോലെ എൻ്റെ കൂടെയുള്ള ആളുകൾ കച്ചവടമായിട്ടും കൃഷിയായിട്ടും എൻ്റെ പ്രായക്കാരായ ആളുകൾ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട് ആ മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇൽമും തന്നു, സമ്പത്തും തന്നു, അംഗീകാരം തന്നു സമൂഹത്തിൽ. ആ പറയുന്നവരൊക്കെ ഇന്ന് അവരുടെ ചരിത്രം എന്താണ് എന്ന് നോക്കിയാൽ പ്രയാസകരമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. പഠിക്കുന്ന സമയത്ത് മദീനയിൽ വന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ അദ്ദേഹം ചെറിയ പ്രായത്തിൽ വന്ന്, അങ്ങനെ വലിയ വലിയ കിബാറുകളായ ആളുകൾ ഹദീസ് കേൾക്കുന്ന സദസ്സിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേനയുമില്ല, പേപ്പറുമില്ല. അദ്ദേഹത്തിൻ്റെ വിരൽ കൊണ്ട് കയ്യിലിങ്ങനെ എഴുതാൻ തുടങ്ങിയെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്ന ഹദീസുകൾ അദ്ദേഹത്തിനെ കുറിച്ച് തർജമയിൽ പറയുന്നുണ്ട്. ആ സംഭവം കഴിഞ്ഞതിൻ്റെ ശേഷം സദസ്സ് കഴിഞ്ഞും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് കളിക്കുന്നത് പോലത്തെ ഒരു ഉപകാരം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ട്. അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ കയ്യിൽ എഴുതി വെച്ചതായിരുന്നു പറഞ്ഞ ഹദീസുകൾ അദ്ദേഹം ആ സദസ്സിൽ വെച്ച് പറഞ്ഞു കൊടുത്തത്. വേറെ ചില ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തർജമ പറയുന്ന കല്ലുകളും എല്ലുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാനന്ന് എഴുതി വെച്ചിരുന്നത്. ശരിക്കുള്ള എഴുതാനുള്ള സാമഗ്രികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര് പറയുമ്പോൾ റഹിമഹുല്ലാ എന്ന് പറയുന്നതും 4 മദ്ഹബിൻ്റെ ഇമാമുകളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായി അറിയപ്പെടുന്നതും അവരുടെ അധ്വാനങ്ങളും ത്യാഗങ്ങളും തന്നെയാണ്. കഷ്ടപ്പെടാതെ, ബുദ്ധിമുട്ടാതെ, പ്രയാസം സഹിക്കാതെ ഒരാളും ഉയരങ്ങളിലേക്ക് എത്തിയില്ല. നമ്മൾ ഇന്ന് കാണുന്നത് സുഭിക്ഷമായ, സന്തോഷകരമായ, ആദരവുള്ളവരുടെ അവസ്ഥയായിരിക്കും. അവരുടെ തുടക്കത്തിൽ നല്ല കഠിനാധ്വാനമുണ്ട്. വിലപ്പെട്ട സമയങ്ങൾ ദുരുപയോഗം ചെയ്യാതെ കഷ്ടപ്പെട്ടത് ധാരാളമുണ്ട്, ത്യാഗം ചെയ്തതുണ്ട്. ദുന്യാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ദീനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു ആളുകളുടെ അനുഭവങ്ങൾ. അത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് പാഠമാക്കാനുള്ളത്. ആളുകൾ, മുഅ്മിനീങ്ങൾ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ 2-3 പദവിയിലാണ് ആളുകൾ. അള്ളാഹു കൽപ്പിച്ച സൽക്കർമ്മങ്ങളിലേക്ക്, നിർബന്ധമായതും ഐച്ഛികമായ കാര്യങ്ങളിലേക്ക് മുന്നേറുന്നൊരു വിഭാഗം ആളുകൾ സാബിഖും ബിൽ ഖൈറാത്ത്. അതേപോലെ തന്നെ മുഖ്തസിദ്, മിതമായി ചെയ്യുന്ന ആളുകൾ, നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും നിഷിദ്ധമായ കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ മുഖ്തസിദീങ്ങൾ, മിതമായി കാര്യങ്ങൾ നിർവഹിച്ചു പോയ ആളുകൾ.
പിന്നെ സ്വന്തം ശരീരത്തോട് ദുൽമ ചെയ്ത ആളുകൾ, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ ചിലത് വീഴ്ച വരുത്തുകയും അള്ളാഹു നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ആളുകൾ. ഇങ്ങനെ 2-3 വിഭാഗമുണ്ട്. ഏതാണെങ്കിലും ഈമാൻ, അസ്ലി ഈമാൻ, യഥാർത്ഥ ഈമാന്റെ വിഷയത്തിൽ അവരെല്ലാവരും മുഅ്മിനീങ്ങളാണ്, ഖൈറുള്ളവരാണ്. പക്ഷേ ഇതിൽ നന്മയിലേക്ക് മുന്നേറുന്ന ആളുകൾ ഏറ്റവും ഉത്തമരാണ്. അള്ളാഹുവിന് അവരോട് ഏറ്റവും ഇഷ്ടം കൂടുതലായിരിക്കും മറ്റുള്ളവർക്കുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതേപോലെ രണ്ടാമത് പറഞ്ഞ ഭാഗത്ത് ഉപകാരമുള്ള കാര്യം, ദീനിലാണെങ്കിലും ദുന്യാവിലുമാണ് ഉപകാരമുള്ള കാര്യമാണ് എന്നുള്ളത്. ഉപദ്രവമുള്ള കാര്യത്തിൽ ഹിർസ് കാണിക്കരുത്. നമ്മൾ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാകും, സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ചില വിഷയങ്ങളിൽ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അതിൽ താല്പര്യം കാണിച്ച് ആരെങ്കിലും പറയുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് കരുതി അതിലേക്ക് ഓടിപ്പോകരുത്. നമുക്ക് നഫ്ഉള്ളതാണ്, ഉപകാരമുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിൽ ഹിർസ് കാണിക്കുക, അള്ളാഹുവിനോട് സഹായത്തെ തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് സഹായത്തെ തേടുക. നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, കലാമുൻ ജാമിഉൻ നാഫിഉൻ, ഒരു മനുഷ്യന് ഉപകാരപ്രദമായ അവൻ്റെ ദീനിലും ദുന്യാവിലുമുള്ള അഭിവൃദ്ധിയെ മുഴുവൻ ഉൾപ്പെടുത്തിയ ഒരു വാക്കാണ്. മുഹ്തവിൻ അലാ സആദത്തി ദുന്യാ വൽ ആഖിറ, ദുന്യാവുൽ ആഖിറത്തുള്ളൊരു മനുഷ്യൻ്റെ വിജയം ഈ പറയുന്ന വാക്കിലുണ്ട്, പ്രവാചകന്റെ വാക്കിൽ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഏറ്റവും വലിയ മോട്ടിവേഷൻ്റെ വാക്കാണ് എന്ന് പറയുന്നത്, പ്രചോദനമുണ്ടാക്കുന്നത്. ദുന്യവിയായ കാര്യങ്ങൾ ഒരു മനുഷ്യന് ദുന്യാവിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ദീനിൽ ആവശ്യമുള്ള കാര്യങ്ങളുമുണ്ട്. അത് ഏതാണ് എന്ന് നോക്കിയിട്ട് അതിന് ഉപകാരപ്രദമായ ആ മാർഗങ്ങളിൽ അവൻ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഹിർസും കാര്യങ്ങളും കാണിക്കുക. അലസതയിലേക്ക് ഒരിക്കലും പോകരുത്, അലസതയിലേക്ക് ഒരിക്കലും പോകരുത്. ഫൽ കസ്ലാനു ലാ യുദ്രികു ഖൈറൻ വലാ യനാലു മക്റുമ, ജീവിതത്തിൽ അലസതയുമായി കഴിച്ചുകൂട്ടിയാൽ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി അവന് ഉണ്ടാക്കാനും കഴിയൂല, സമൂഹത്തിൽ ഒരു ആദരവ് അവന് നേടാനും കഴിയൂല. വലാ യുഹ്ലാ ബിദീനിൻ വലാ ദുന്യ, അലസന്മാരായി കഴിഞ്ഞാൽ ദീനും നേടൂല, ദുന്യാവും നേടൂല. നേരെ മറിച്ച് മത്താക്കാന ഹരീസൻ, ഒരാൾ അവൻ ഹിർസോടുകൂടെ മുന്നേറിയാൽ, ലാക്കിൻ അലാ ഗൈരിൽ ഉമൂരിൻ നാഫിഅ, ഉപകാരമില്ലാത്ത കാര്യത്തിന് ഹിർസ് കാണിച്ചാലോ, ഉപദ്രവമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതും അവനെ അപകടത്തിൽപ്പെടുത്തും, അത് അവനെ അപകടത്തിൽപ്പെടുത്തും. അപ്പോൾ 2-3 കാര്യങ്ങൾ, ഉപകാരമുള്ള കാര്യമാവണം, അതിൽ ഹിർസ് കാണിക്കണം, അതിൻ്റെ പുറമെ അള്ളാഹുവിനോട് സഹായത്തെ തേടും വേണം, അള്ളാഹുവിനോട് സഹായത്തെ തേടുകയും വേണം. ഇദാ സലക്കൽ അബ്ദു അത്തുറുഖൻ നാഫിഅ, ഉപകാരപ്രദമായ വഴിയിൽ സഞ്ചരിച്ചു, അതിൽ ഹിർസ് കാണിച്ചു, അതിൽ അവൻ പരിശ്രമിച്ചു, അതിൻ്റെ പുറമെ അള്ളാഹുവിനോട് സഹായത്തെ തേടുകയും ചെയ്താൽ ആ മനുഷ്യന് അതിൽ അവൻ പ്രതീക്ഷിക്കുന്നതിലേറെ മുന്നേറാൻ കഴിയും, അവന് അഭിവൃദ്ധിപ്പെടുത്താനും കഴിയും. ദീനിൽ ഉപകാരമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം, നോക്കണം. ഒന്ന്, ഉപകാരപ്രദമായ അറിവ്, അള്ളാഹു സ്വീകരിക്കുന്ന സാലിഹായ അമലുമാണ്. ഇത് രണ്ടും നേടിയെടുക്കുക എന്നുള്ള ദീനിൻ്റെ കാര്യത്തിൽ ഉപകാരമുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർഈയായ ഇൽമ് കരസ്ഥമാക്കുക, കഴിവിൻ്റെ പരമാവധി. ആ അറിവിനനുസരിച്ച് സാലിഹായ അമലുകൾ അവൻ നിർവഹിക്കുകയും ചെയ്യുക. അതിൽ അവൻ ഹിർസ് കാണിക്കുക, അതിൽ അവൻ പരിശ്രമിക്കുക, അതിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ നാഫിആയ, അവൻ ഉപകാരപ്രദമായ കാര്യത്തിൽ അവൻ മുന്നേറി എന്നുള്ളതാണ്. കിതാബുകൾ പഠിക്കുന്നതൊക്കെ ഷെയ്ഖ് ഇതിൽ പറയുന്നുണ്ട്. ഇൽമ് നേടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ദീനിലും ദുന്യാവിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇൽമ് നമ്മൾ നേടിയെടുക്കുക. ഹദീസ്, തഫ്സീർ, അതേപോലെ തന്നെ ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങൾ നമുക്ക് അമലാക്കാൻ പറ്റുന്ന, അതിന് സഹായകരമായ അറബി ഭാഷകൾ അത് പഠിക്കുക. അതിൽ ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഒരാൾ പഠിക്കുക, കാണാതെ പഠിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ കാണാതെ പഠിക്കുക. അതിന് കഴിയൂല എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യം അത് പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി മനസ്സിലെത്തി അതിലുള്ള ആശയങ്ങൾ അവരുടെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചു വെക്കുക. പിന്നീട് ആ ചെറിയ കഴിവനുസരിച്ച് ആ ഒരു ബേസ്, ആ തറ, അതിൽ നിന്നിട്ട് ഉയർന്ന വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. അങ്ങനെ നാഫിയായ ഇൽമ് ഒരാൾക്കുണ്ടാക്കി തീർക്കുക. അതിൻ്റെ ശേഷം പിന്നെ ആ ഇൽമിനനുസരിച്ച് അവൻ സാലിഹായ അമലുകൾ ചെയ്യും. ഇൽമില്ലാതെ അമലുകൾ ചെയ്താൽ ഒരു പക്ഷേ നല്ലതാണ് എന്ന് അവൻ വിചാരിക്കും. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ തെറ്റായിരിക്കും, അവനറിവില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നല്ലതാണ് എന്ന ആളുകൾ ഒരു പക്ഷേ ചെയ്യും, കരുതും. അത് തെറ്റായ കാര്യങ്ങളുണ്ടാകും, ധാരാളം ഉണ്ടാകും.
അതുകൊണ്ട് ശരിയായ ഇൽമ് നിർബന്ധമാണ്. ഒരു അമല് സാലിഹാവണമെങ്കിൽ, നാം നിർവഹിക്കുന്ന ഒരു കാര്യം അത് നല്ലതാവണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ്, വ്യക്തമായ അറിവ് നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്തും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അങ്ങനെ ആ ഒരു മനുഷ്യന് ദീനിയായ കാര്യങ്ങളിൽ അവന് നേടിയെടുക്കാൻ കഴിയും. ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. ദുന്യവിയായ കാര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യമായ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഹിർസ് കാണിക്കണം. ഞാൻ തലബുൽ ഇൽമിനാണ്, ഞാൻ ഖുർആൻ പഠിക്കലാണ്, ഞാൻ ഇൽമ് തേടുകയാണ്. ദുന്യാവ്, അതിൻ്റെ ജോലിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും വരുമാന മാർഗമോ അതല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള അത്യാവശ്യ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യും. ഒരിക്കലും അങ്ങനെയല്ല. ഇൽമ് തേടുന്നതിനോട് കൂടെ നമുക്ക് ദുന്യാവിൽ നമ്മുടെ അത്യാവശ്യമായ കാര്യങ്ങൾ നാമുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് സഹായകരമായ കാര്യങ്ങൾക്കുള്ള ദുന്യവിയായ കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം. മുൻഗാമികളുടെ ഇമ്മത്തുകളുടെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവർ നിർവഹിച്ചത് ഇങ്ങനെയാണ്. സഹാബത്തിൻ്റെ കാലം മുതൽ തന്നെ പരിശോധിച്ചാൽ അവർക്ക് കൃഷിയുണ്ടായിരുന്നു, അവർക്ക് കച്ചവടമുണ്ടായിരുന്നു. പിന്നീട് യുദ്ധങ്ങളുണ്ടായ സമയത്ത് ആ യുദ്ധങ്ങളും അതിന് യുദ്ധാർജിതമായ സമ്പത്തുകളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ പിന്നെ കച്ചവടങ്ങളും കൃഷികളും അവർക്ക് ആവശ്യമില്ലാത്ത അവസ്ഥയിൽ വന്നു. ഇൽമും തേടും, അതോടുകൂടെ തന്നെ അവർ തൊഴിലുമെടുക്കും. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 6 മാസം യുദ്ധമുഖത്തായിരുന്നു. ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന മേഖലയിൽ 6 മാസം അദ്ദേഹം ഇൽമ് തേടുകയും ചെയ്യുമായിരുന്നു. 6 മാസം. അതല്ലാതെ ഇൽമ് തേടുന്നവർ പൂർണ്ണമായിട്ടും ദുന്യാവുള്ള ആളുകൾക്ക് തീരെ ഇൽമില്ല, അങ്ങനെയല്ല. മുൻഗാമികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നെ ഇത് രണ്ടും കൂടി ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോയതാണ്. പക്ഷെ ഒന്നിനൊന്നിനെ മറ്റുള്ളതിനേറെ പ്രാധാന്യം കൊടുക്കാനോ അമിതാവേശം കാണിക്കാനോ നിൽക്കരുതേന്ന് മാത്രം. ഓരോന്നിനും അതിന് കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫൽ അബ്ദു ലാ ബുദ്ദ ലഹു മിൻ തലബിർ റിസ്ഖ്. ഒരു മനുഷ്യന് അവൻ്റെ ഭൗതികമായ വിഭവങ്ങൾ അത് തേടാതെ കഴിയൂല. ഫയംബഗി അൻ യസ്ലുക അൻഫഅൽ അസ്ബാബി ദുന്യവിയ്യത്തി അല്ലാഇഖതി ബിഹാലി. അവൻ്റെ അവസ്ഥയോട് യോജിച്ച ദുന്യവിയായ ഏറ്റവും ഉപകാരപ്രദമായ മേഖലയിൽ അവൻ സഞ്ചരിക്കണം. വലിദാലിക യഖ്തലിഫു ബിഖ്തിലാഫിന്നാസ്. ഓരോ ആളുകൾക്കും വ്യത്യാസപ്പെട്ട അവസ്ഥയായിരിക്കും. എല്ലാവരോടും കച്ചവടത്തിന് പോയിക്കോളി, ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചിട്ട് ജോലിക്കാരായിക്കോളി, ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരും കൃഷിയുടെ മേഖലയിലേക്ക് നീങ്ങിക്കോളി, ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ നിർബന്ധമായ ഇബാദത്തുകൾ ഭംഗിയായി നിസ്കാരം പോലത്തെ ജമാഅത്തായി നിസ്കരിക്കാൻ സഹായകരമായി, നമുക്ക് പഠിച്ച് മനസ്സിലാക്കൽ നിർബന്ധമായ ഇൽമ് കരസ്ഥമാക്കാൻ സഹായകരമാകുന്ന നിലക്കുള്ള സമയവും സാഹചര്യവും സൗകര്യങ്ങളും നോക്കിയിട്ടുള്ള ഹലാലായ തൊഴിലുകളെക്കുറിച്ച്, വരുമാന മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പം അത് നടക്കൂല, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നൊന്നും ആരും പറയുന്ന വേണ്ട. അള്ളാഹുവിനോട് സഹായത്തെ തേടിയാൽ സാഹചര്യം അള്ളാഹു അനുകൂലമാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു അനുകൂലമാക്കി കൊടുക്കും. നമ്മൾ ഖുറാഫാത്തിൽ പഠിച്ചു പോകുന്നതാണ്. ഖുറാഫാത്തിൽ പഠിച്ചു പോന്നിട്ട് ഒരാൾ അതിൻ്റെ ഒരു തലക്കൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാനുള്ളത് ഏതെങ്കിലും പള്ളിയിൽ പോയി ഇമാമ നിൽക്കുക, വെള്ളിയാഴ്ച ഖുതുബ പറയുക, അവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ വെള്ളം കൂടി അത് വാങ്ങിയിട്ട് പോകുക എന്നുള്ളത്. ഇവിടുത്തെ ഖുറാഫികളെ കൂടെ പഠിച്ചു പോകുന്നത് എൻ്റെ അനുഭവം അതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവർ ഖുറാഫാത്താണ്. ശിർക്കിനും ബിദ്അത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടി വരും. എവിടെയും ചെന്നാലും മങ്കൂസ് മൗലൂദിന് കൈ പൊന്തിക്കേണ്ടി വരും. അവർ ഭരിച്ചും ചാവടിയന്തരത്തിന് പോയി പങ്കെടുക്കേണ്ടി വരും. അവരെ തൃപ്തിപ്പെടുത്തണം. ഈ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് നമ്മൾ സൗദി അറേബ്യയിൽ സംവിധാനമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, സത്യം അന്വേഷിച്ചുകൊണ്ട്, ജീവിത മാർഗങ്ങൾ അന്വേഷിച്ച് അവിടെ പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് പല സമയങ്ങളിലും ആദ്യ കാലഘട്ടങ്ങളൊക്കെ ദീർഘമായ സമയത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥകളുണ്ട്. 14 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും, പല കടകളിലും സ്ഥാപനങ്ങളിലൊക്കെ. അള്ളാഹുവിനോട് സഹായത്തെ തേടിയതിന് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് സാഹചര്യങ്ങൾ എളുപ്പമാക്കി തരും. ലീവുള്ള ദിവസങ്ങൾ, സമയം കുറവുള്ള ഡ്യൂട്ടികൾ, സൗകര്യങ്ങൾ, ഉലമാക്കളെ ദർശനം മറ്റുള്ളതിനും പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു എളുപ്പമാക്കി തരും കാര്യങ്ങൾ. അള്ളാഹുവിലേക്ക് മുന്നിടുന്ന അടിമകൾ. അതല്ലാതെ ഇവിടെ നാട്ടിൽ നിന്നിപ്പോൾ നമ്മുടെ നാട്ടിലാകെ ഒരു ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. ഞായറാഴ്ച മാത്രം. വേറെ ദിവസം മുഴുവനും ഡ്യൂട്ടിയാണ്. ഈ മനുഷ്യന് പിന്നെ ഒരു ഞായറാഴ്ച പോകാൻ എന്താ ഇൽമു തേടാനാ പോവുക, കുടുംബത്തിന് വിസിറ്റ് ചെയ്യാനാ പോവുക, അവനൊന്ന് ഷോപ്പിംഗ് ചെയ്യാനാ പോവുക, അവൻ്റെ കാര്യം പ്രയാസം. അപ്പം അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുക. നമുക്കെന്താ വേണ്ടത്? ബാറക്കല്ലാഹ്, നമ്മുടെ സഹോദരൻ ഇവിടെ അവന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അവർക്കതിൽ സമയങ്ങൾ കണ്ടെത്തിയിട്ടൂടെ ഇൽമു തേടുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് സമയങ്ങൾ ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ സാഹചര്യം അനുകൂലമാക്കി തരാൻ വേണ്ടി തേടുക. നമുക്ക് ദീനും വേണം, നമുക്ക് ദുന്യാവുമാണ്. നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ വരുമാന മാർഗങ്ങൾ വേണം.
അതിനുള്ള പരിഹാരങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ ഉണ്ടാക്കി തരുന്നതേ ഉള്ളൂ. സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരുന്നതേ ഉള്ളൂ. നമ്മുടെ ഭാഗത്ത് ഹിർസും വേണം, കഠിനാധ്വാനം വേണം, പരിശ്രമം വേണം. അതിന് വേണ്ടുന്നത് എന്താ ഞാൻ ചെയ്യേണ്ടത്? യുവാക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാ. ഒരിക്കലും നിങ്ങൾ ജോലിയുടെ സമയം വരുമ്പോഴേക്ക് വെള്ളത്തിൽ ചാടി തല ഉയർത്തി നിൽക്കുന്ന ഒരു നിസ്സഹായത ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഇൽമ്, അതിൽ തുടർന്ന് പോകാൻ പറ്റുന്ന വരുമാന മാർഗങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ നമ്മളെ സഹായിക്കും. ഇസ്തഈൻ ബില്ലാ. നമുക്ക് ഉപകാരമുള്ള കാര്യത്തിൽ ഹിർസ് കാണിക്കുക, അള്ളാഹുവിനോട് സഹായത്തെ തേടുക. സാഹചര്യങ്ങൾ അവൻ അനുകൂലമാക്കി തരും. ഒരു സമയത്ത് ഈജിപ്തിൽ ആരും കാണാത്ത ജയിലിൻ്റെ ഉള്ളിൽ പോയി നിസ്സഹായനായി കടക്കേണ്ടി വന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് സുപ്രഭാതത്തിൽ ആ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന രാജാവാക്കി മാറ്റിക്കൊടുത്താണ് അള്ളാഹു അദ്ദേഹത്തെ. മനുഷ്യൻ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. അള്ളാഹു എനിക്ക് രാജ അധികാരം തന്നു ഈജിപ്തിലുള്ള, എനിക്കിനി അറിവും തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ സൃഷ്ടിച്ചവനെ. അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹായം, എൻ്റെ സംരക്ഷകനും എൻ്റെ കാര്യദർശിയും വഴിമയും നീയാണ്. തവഫനി മുസ്ലിമൻ, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഒരു സമയത്ത് അടിമയായിരുന്നു, പിന്നീട് അദ്ദേഹം ജയിലിലായിരുന്നു, പിന്നീട് അദ്ദേഹം നിസ്സഹായനായിട്ട് ആരും കാണാത്ത വർഷങ്ങളായിട്ട് അവിടെ കഴിച്ചുകൂട്ടായിരുന്നു. ആ മനുഷ്യൻ പിന്നീട് ബഹുമാനാദരണീയനായിട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ആ രാജ്യത്തിൻ്റെ ഭക്ഷ്യവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പരീക്ഷണം നേരിടുമ്പോൾ അത് ഭംഗിയായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തു. പിന്നീട് ആ ആദ്യത്തെ രാജാവിൻ്റെ മരണത്തിൻ്റെ ശേഷം സർവ്വസമ്മതനായി, നീതിമാനായി, ജനങ്ങളുടെ ജീവിത ഉപാധി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ മനുഷ്യനെ ജനങ്ങൾ സർവ്വസമ്മതത്തോടുകൂടെ രാജാവായിട്ട് ആ നാട്ടിൽ തിരഞ്ഞെടുത്തു, ആദരിക്കുകയും ചെയ്യും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമുക്ക് ഖുർആനിൽ കൂടി ചരിത്രം പറഞ്ഞു തരുന്നത്? കേട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് പോകാനാ? അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാണ്. ഏറ്റവും നല്ല കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് സൂറത്തു യൂസുഫിനെ കുറിച്ച് അല്ലാഹു തആല നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥയാണ് അല്ലാഹു പറഞ്ഞു തന്നത്. അതിൽ നിന്ന് മുസ്ലിം യുവാക്കൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാഗത്ത് നാം മാറ്റം വരുത്തിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് അവനും മാറ്റം വരുത്തും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ആളുകൾ അവരുടെ ഭാഗത്ത് മാറ്റം വരുത്താതെ അള്ളാഹു മാറ്റം വരുത്തൂല. കണ്ണുമുന്നിൽ കാണുന്ന ഈ സംവിധാനങ്ങൾ ഇതാണ് ലോകം എന്നാരും തെറ്റിദ്ധരിക്കും വേണ്ട. അള്ളാഹുവിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഹലാലായ വിഭവങ്ങൾ ഒരു ഭാഗത്തിൽ കൂടെ അവന് നമുക്ക് തരാൻ, അതിൻ്റെ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി തരാൻ കഴിയും. അതോടുകൂടെ അള്ളാഹുവിന് കൃത്യമായി ത്വാഅത്ത് ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും ദീന് പഠിക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാനും കഴിയും. നമുക്ക് വേണം എന്നുണ്ടാവണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്ന ഈ ഉപദേശം ചെവിക്കൊള്ളണം. ഇഹ്രിസ് അലാ മാ യൻഫഉക്, ഉപകാരമുള്ള കാര്യത്തിൽ ഹിർസ് കാണിക്കണം. പക്ഷേ എനിക്ക് കഴിയൂലല്ലോ, എനിക്കതിന് പ്രയാസമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു പേടിക്കണ്ട. ഇസ്തഈൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായത്തിനെ തേടണം. എൻ്റെ ആവശ്യം ഇന്നതൊക്കെയാണ് അള്ളാഹുവേ, എനിക്കതിന് സാഹചര്യങ്ങൾ പ്രതികൂലമാണ് അള്ളാഹുവേ, നീ എനിക്ക് എളുപ്പമാക്കി തരണം. എന്താ ചോദിച്ചാൽ എന്താണ് അള്ളാഹുവിനോട് ചോദിച്ചാൽ? സാഹചര്യങ്ങൾ അവൻ നമുക്ക് അനുകൂലമാക്കി തരും. അതുകൊണ്ടൊരു മനുഷ്യന് അവന് ഉപകാരപ്രദമായ അവനോട് യോജിച്ച നിലക്കുള്ള മാർഗങ്ങൾ, ദുന്യവിയായ കാര്യങ്ങൾക്ക് അവനില്ലാതെ കഴിയൂല. അത് ആളുകൾക്കനുസരിച്ചായിരിക്കും. ചില ആൾക്ക് കൃഷിയായിരിക്കും, ചില ആളുകൾക്ക് കച്ചവടമായിരിക്കും, മറ്റൊരാൾക്ക് തൊഴിലായിരിക്കും. ഷെയ്ഖ് അതിൽ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ഇന്നത്, എല്ലാവർക്കും അങ്ങനെയല്ല. അവന് നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കാൻ, അവൻ്റെ കുടുംബമുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അവന് ചെലവിനൊടുക്ക പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടാകും. 10, 14, 15 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവൻ്റെ ഇരുന്ന് കിട്ടണം എന്നുള്ളൊരു കുടുംബത്തിൽ പ്രാരാബ്ധങ്ങൾ ഉണ്ടാകും. സഹായികളായി നിൽക്കണമെന്നുണ്ടാകും. അങ്ങനെ ഈ പറയുന്ന യുവാവ് അവർക്ക് സഹായകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പ്രാപ്തനായിട്ട്, അതോടുകൂടി അവൻ്റെ ഇൽമും അവൻ്റെ പഠന ഇബാദത്തും മുടങ്ങും ചെയ്യരുത്. അതാണ് നമ്മുടെ ഡിമാൻഡ്, അതാണ് നമ്മുടെ ആവശ്യം. അതുവരെ പഠിച്ചതൊക്കെ മറക്കും ചെയ്യരുത്. ഖുർആനൊക്കെ ഹാഫിളാണ്, പിന്നീട് അത് മറന്നു പോവുക. അതുവരെ പഠിച്ചതൊക്കെ വെറുതെ ഇല്ല, അതൊരിക്കലും ഉണ്ടാവരുത്. അത് നിലനിർത്തിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ വേഷം നിലനിർത്തിക്കൊണ്ട്, ഇബാദത്തുകൾ കൃത്യമായി അതിൻ്റെ സമയത്ത് നിർവഹിച്ചുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. നാം പ്രതീക്ഷിക്കുന്നതിലേറെ അള്ളാഹു നമുക്ക് നൽകും. വയൻവിൽ കഫാഫ, അവൻ ആ തൊഴിലിലേക്ക്, ദുന്യാവിലേക്ക് പോകുമ്പോൾ സമ്പന്നനാകണം, ദുന്യാവിൻ്റെ പിന്നിൽ പോവുകയാണ്, ആർത്തിയാണ്, ഒന്നുമല്ല. അവൻ്റെ ചിന്ത, നിയ്യത്ത് കണ്ടോ? വയൻവിൽ കഫാഫ്,
എനിക്ക് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മറ്റൊരാളെ മുന്നിൽ കൈനീട്ടാതെ മുന്നോട്ട് പോകണം എന്നുള്ള നിയത്തായിരിക്കണം. വൽ ഇസ്തിഗ്നാ ബിതലബിഹി അനിൽ ഖൽഖ്, മറ്റുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആ ഒരു നിസ്സഹായത എനിക്ക് ഉണ്ടാവരുതേ എന്നുള്ള ചിന്തയായിരിക്കണം. അതേപോലെ തന്നെ വകദാലിക യൻവി ബിസഅയിഹി വകസ്ബിഹി, അവൻ തൊഴിലെടുക്കാൻ പോകുമ്പോൾ ചിന്തിക്കേണ്ടത് അവന്റെ മനസ്സിലുള്ള നിയത്ത് തഹ്സീല മാ തഖൂമു ബിഹി അൽ ഉബൂദിയാത്തുൽ മാലിയ, സാമ്പത്തികമായി നമുക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ, ദാനധർമ്മം ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കാൻ സമ്പത്തൊക്കെ കുറച്ച് കൂടുതൽ വരികയാണെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ഇബാദത്ത് നമുക്ക് നിർവഹിക്കാമല്ലോ. ഹജ്ജ് നമുക്ക് നിർവഹിക്കാൻ പോകാൻ കഴിഞ്ഞുവെന്നുണ്ടെങ്കിൽ അതേപോലെ അതിനൊക്കെ കഴിയണം എന്നുള്ള ആ നല്ല നിയ്യത്തോടുകൂടെ വന്നഫഖാത്തിൽ ഖൈരിയത്തിൽ ഖാസത്തി വൽ ആമ, പൊതു ആളുകൾക്കുള്ളത്, പ്രത്യേകമായി വ്യക്തികൾക്കുള്ളത്, അവർക്കൊക്കെ നന്മ ഈ സാമ്പത്തികമായി ചെയ്യാനൊക്കെ എനിക്ക് കഴിയണം എന്ന് പറയുന്ന ആ നിയ്യത്തായിരുന്നാൽ ഹറാമായ മാർഗങ്ങളും തൊഴിലുകളൊക്കെ ഒഴിവാക്കും ചെയ്യാം. അത് പറ്റൂല എന്ന് തന്നെ പറയാം. താടി വടിച്ചുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ കഴിയൂല എന്ന് പറയും. യൂണിഫോം ഇടണം നെരിയാണ്ട് താഴത്തേക്ക് അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ളൊരു ഫാൻറ്റ് എനിക്ക് അടിച്ചുകൂടാന്ന് പറയും. ആ ഉടുപ്പ് ഞാൻ ധരിക്കാൻ എനിക്ക് പ്രയാസമാണ്. നിങ്ങളെ മാനേജറോട് ധിക്കാരം കൊണ്ടൊന്നല്ല, എൻ്റെ ദീൻ എന്നെ അത് അനുവദിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ദുബായിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ താടി നീട്ടിയതിൻ്റെ ശേഷം ബ്രിട്ടീഷുകാരനായ മാനേജർമാർ അവരോട് പറഞ്ഞു, ഈ ഓഫീസിൽ ഈ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റൂല. അപ്പോൾ ആ സഹോദരൻ പ്രയാസപ്പെട്ടിട്ട് അദ്ദേഹം സലഫിയത്ത് മനസ്സിലാക്കിയപ്പോൾ താടിൻ്റെ പ്രാധാന്യം എന്താണ്, പ്രവാചകൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ എന്താണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് എഴുതി. അദ്ദേഹം അത് മലയാളത്തിൽ എഴുതിയതിൻ്റെ ശേഷം പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം മാനേജർക്ക് ആ പറയുന്ന ലെറ്റർ കൊണ്ടുപോയി കൊടുത്തു. എന്നോട് പറഞ്ഞു, അരീക്കോടുള്ള സഹോദരനോട് പറഞ്ഞു, ജിദ്ദയിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാരനായ മാനേജർ മുന്നിലേക്ക് അദ്ദേഹം ഈ എഴുത്ത് കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ശേഷം എന്നാ പിന്നെ ഓക്കെ അയാൾ പറഞ്ഞു, താടി പഠിക്കണമെന്നോ അതല്ലെങ്കിൽ എന്നാലേ ഇവിടെ ജോലി തരുള്ളൂ അയാൾ പറഞ്ഞിട്ടില്ല. പിന്നീട് ഈ വ്യക്തി പറയാണ്, അതിൻ്റെ ശേഷം മുമ്പുള്ളതിലേറെ ഒരു റെസ്പെക്റ്റ്, ഒരു ആദരവ് ഈ മാനേജർക്ക് എന്നോട് കാണിക്കലുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കണമെന്ന് പറയുമ്പോഴേക്കിന് മുട്ടിൽ എഴിയാണ് പല ആളുകൾ. അതാണ് ഇവിടെ നമ്മൾ കൗമിനൊക്കെയുള്ള പറ്റുന്ന പ്രശ്നങ്ങളും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ജോലിയിൽ മുന്നോട്ട് പോകും എന്നൊരാൾ പറയാന്നുണ്ടെങ്കിൽ ഒരു സംവിധാനം അവനെ എതിർക്കാനും തടുക്കാനും അവരെ കഴിയൂല. അള്ളാഹുവിനോട് കാവലിനെ തേടണം, അള്ളാഹുവിനോട് സഹായത്തിനെ തേടണം. അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ വിലങ്ങുതടിയായി നിൽക്കുന്നവൻ ഏത് വലിയവനാണെങ്കിലും, മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ്റെ നിസ്സഹായതയോടുകൂടെ ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ആ ആയുധം ഫലം ചെയ്യും. അള്ളാഹു അവൻ്റെ ദുആക്ക് ഉത്തരം കൊടുക്കും. പക്ഷേ ആളുകൾക്ക് ദീനിനോട് അത്ര ഉള്ളൂ. അതുകൊണ്ടാണ് പലതും ഇങ്ങനെയൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് അപ്പം ഹറാമായ നിഷിദ്ധമായ മാർഗത്തിലേക്ക് പോകാതെ ഒരു മനുഷ്യൻ അവൻ്റെ അധ്വാനവും അവൻ്റെ ത്യാഗവും അവൻ്റെ കഷ്ടപ്പാടും ദുന്യാവിൽ ലിഹാദിഹിൽ മഖാസിദിൽ ജലീല, ഉത്തമമായ ഈ ലക്ഷ്യം ഈ നിയ്യത്തോടു കൂടെയാണെങ്കിൽ വസലക അൻഫഅ ത്വരീഖിൻ യറാഹു മുനാസിബൻ ലിഹാലിഹി, അവനോട് യോജിച്ച ഏറ്റവും നല്ല മാർഗത്തിൽ അവൻ ഉപകാരപ്രദമായ ഹിർസോടെ മുന്നോട്ടും പോയാൽ കാനത് ഹറകാതുഹു വസഅയുഹു ഖുർബതൻ യതഖറബു ബിഹാ ഇലല്ലാഹ്, അവൻ ചെയ്യുന്ന അധ്വാനം മുഴുവനും അവൻ്റെ പരിശ്രമങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന ഇബാദത്തായി മാറും. അതിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും ചെയ്യും. ആ മനുഷ്യൻ അതുകൊണ്ട് നേട്ടം ഉണ്ടാകും. നല്ല നിയ്യത്തോടുകൂടെ നല്ല നിലക്കുള്ള തൊഴിലെടുത്ത് മുന്നോട്ട് പോയി അതിനാരെങ്കിലും തടസ്സമോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായത്തിന് തേടി മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അതിന് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടും, അള്ളാഹുവിൻ്റെ ഖുർബത്ത് കിട്ടും, അള്ളാഹുവിന് ആ മനുഷ്യനോട് ഇഷ്ടമുണ്ടാകും. ഈ അധ്വാനം കാര്യത്തിലൊക്കെ അല്ല യത്തക്കിലൽ അബ്ദു അലാ ഹൗലിഹി വ ഖുവ്വത്തിഹി വ ദക്കാഇഹി വ മാരിഫത്തി, എൻ്റെ നല്ല അറിവ്, എൻ്റെ ഐഡിയാസുകൾ, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ സാമർഥ്യം, അതിലൊന്നും തവക്കുലാക്കരുത്. എൻ്റെ പാണ്ഡിത്യം, എൻ്റെ എക്സ്പീരിയൻസ്, അതിലൊന്നും ചിന്ത കൊടുക്കരുത്. ബൽ യസ്തഈനു ബി റബ്ബി, അള്ളാഹുവിനോട് സഹായത്തെ തേടുക. മുതവക്കിലൻ അലൈഹി, കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മേലേൽപ്പിക്കുക. എനിക്ക് എൻ്റെ കുടുംബത്തിന് ഹലാലായ റിസ്ക് കിട്ടണം, ഈ തൊഴിൽ കൊണ്ട് എനിക്കത് ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ അതിന് ഇനിയും തടസ്സങ്ങളുണ്ട്, അള്ളാഹു അത് മാറ്റിക്കൊണ്ടാണ്. എനിക്കെൻ്റെ ദീന്, എൻ്റെ ആദർശം, അതിൻ്റെ വേഷങ്ങൾ, അതിൻ്റെ രീതികൾ അതെനിക്ക് ഉയർത്തിപ്പിടിക്കണം. അതോടുകൂടി എനിക്ക് ഈ തൊഴിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത് അത്യാവശ്യമാണ് താനും. ഇന്നവനതിന് തടസ്സമുണ്ട്, ഇന്നവനതിന് തടസ്സമുണ്ട്, ഇന്നാളതിന് തടസ്സമുണ്ട്, അവരുടെ തടസ്സം നീ നീക്കിക്കൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൂടാ? അള്ളാഹു സഹായം ചെയ്തു തരും. അള്ളാഹുവിനെ തവക്കുലാക്കി അവനോട് സഹായത്തെ തേടിയാൽ
അള്ളാഹു അവന് സഹായം ചെയ്തു കൊടുക്കും. മുത്തവക്കിലൻ അലൈ, അള്ളാഹുവിനെ തവക്കുലാക്കുക. റാജിയം മിൻഹു അൻ യുയസ്സിറഹു ലിഐസരിൽ ഉമൂരി വഅൻജഹിയ, ഏറ്റവും വിജയപ്രദമായ ഏറ്റവും എളുപ്പമുള്ള കാര്യത്തിന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കാൻ അവനെ പ്രതീക്ഷിക്കുക. വഅഖറബിഹാ തഹ്സീലൻ ലിമുറാദിഹി, അവന്റെ ഉദ്ദേശത്തിന് കരസ്ഥമാക്കാൻ ഏറ്റവും നല്ല വഴി അള്ളാഹുവിനോട് പ്രതീക്ഷിക്കുക. വയസ്അലു റബ്ബഹു അൻ യുബാരിക ലഹു ഫീ റിസ്ഖിഹി, ആ വിഭവത്തിൽ ബർക്കത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് തേടും ചെയ്യുക. ഇങ്ങനെ ഒരു യുവാവ് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവന്റെ പരിശ്രമം ഫലം കാണും, അവൻ അഭിവൃദ്ധി ഉണ്ടാകും. അവന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് അവന് ഇസ്സത്തോടെ മുന്നേറാൻ കഴിയും ചെയ്യും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തന്ന ഈ ഹദീസ് അത് വെറുതെ കേട്ട് വെറുതെ ഒഴിവാക്കുന്നതാക്കരുത്. ആരാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും, പ്രത്യേകിച്ച് ഈ കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് വരുന്നവരൊക്കെ വളരെ ഗൗരവത്തോടു കൂടി അത് കാണുക. നമുക്ക് ഖൈറുള്ള കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന അദബുകൾ, ഈ പറയുന്ന ആദാബുകളും മാർഗനിർദ്ദേശങ്ങളും മുഖവിലക്കെടുക്കും ചെയ്യുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.